ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഇന്ന് ഒരുപാട് പേരുടെ റിക്വസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. നമ്മൾ A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് വന്നത്. ടീച്ചേഴ്സ് മാത്രമല്ല, പല പ്രൊഫഷണൽസിൽ നിൽക്കുന്ന ആളുകളും നമ്മൾ അപ്രോച്ച് ചെയ്തു. ഒരുപാട് ഡൗട്ട്സ് ആയിരുന്നു. പക്ഷെ പലർക്കും യൂസ് ചെയ്യാൻ അറിയാം, എന്താണ് ChatGPT എന്നറിയാം, യൂസ് ചെയ്ത് പല കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. പക്ഷേ ഇതെങ്ങനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യാം, ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു ടീച്ചർ അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, പല ഡൗട്ടും പേടിയുള്ള പലരും ഉണ്ടായിരുന്നു. പിന്നെ മെയിൻലി നമുക്ക് ഈ A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്, എല്ലാവരുടെയും മെയിൻ കൺസേൺ അതായിരുന്നു. നമുക്ക് പല ടൂൾസും അറിയാം, ക്ലാസ് റൂമിൽ ഞാൻ ഇത്ര ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ AI യൂസ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് ക്ലാസ് റൂമിൽ പഠിപ്പിക്കേണ്ടത്, എങ്ങനെ ഞാൻ ടാസ്കുകൾ ഫിനിഷ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് ഡൗട്ടായിരുന്നു. അതിൻ്റെയൊക്കെ ആൻസറുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത്. A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ നമ്മൾ മെയിൻലി എന്തൊക്കെ ടോപ്പിക്സുമായിട്ട് ഡീൽ ചെയ്യുന്നുള്ളത് ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യും. അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഞാനതിന് വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ നമ്മൾ ക്ലാസ് റൂമിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. കാരണം ഈ ടൂൾസിൻ്റെ പേരറിയാം, ജസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയാം, പക്ഷെ അത് എങ്ങനെ എഫക്റ്റീവ്ലി യൂസ് ചെയ്യണം, ആ ഗ്യാപ്പാണ് നമ്മുടെ ഈ കോഴ്സ് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ കോഴ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്, എന്തിനെക്കുറിച്ച് അവെയർ ആവും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു സ്ലൈഡിൻ്റെ രൂപത്തിൽ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ നമ്മൾ ആദ്യം ഡീൽ ചെയ്യുക ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ടീച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ടാസ്കുകൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ടൈം നമുക്ക് ലാഭിക്കാം, അത് മാത്രമല്ല എഫിഷ്യൻസി, പ്രൊഡക്ടിവിറ്റി, അത് കുട്ടികളിൽ എങ്ങനെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, എക്സാംസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് ആംഗിൾസ് ഇതിനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല അഡ്വാൻറ്റേജസും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ കോഴ്സിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ അഡ്വാൻറ്റേജസ് ഉണ്ടെന്നറിയാം, ആ അഡ്വാൻറ്റേജസ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അടുത്തത് മേജർ AI ടൂൾസ് ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം, നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാം, വീഡിയോ ജനറേറ്റ് ചെയ്യാം, ഇപ്പോൾ പോലുള്ള പിന്നെ പ്രൊജക്റ്റ്, ഇങ്ങനെ ടെക്സ്റ്റ് ബേസ്ഡ് ആയ കാര്യങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ ഈ ടൂൾസ് എങ്ങനെയാണ് ടീച്ചേഴ്സ് യൂസ് ചെയ്യേണ്ടത്, ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള മേജർ AI ടൂൾസ്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ടെക്സ്റ്റ് ബേസ്ഡ് ടൂൾസ് ഉണ്ട്, പിന്നെ വീഡിയോ ജനറേറ്റിംഗ് ടൂൾസ് ഉണ്ട്, ഇമേജ് ജനറേറ്റിംഗ് ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഒരുപോലെയാണോ, ഒരേപോലെ നമ്മൾ യൂസ് ചെയ്താൽ മതിയോ? കാരണം നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് പലതും വേറെയാണ്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, പിന്നെ മെയിനായിട്ട് ഇപ്പോൾ പോപ്പുലറായിട്ട് നിൽക്കുന്ന മേജർ AI ടൂൾസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യുന്നത്. അടുത്തത് ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസ്. ഞാനിപ്പോൾ പറഞ്ഞു, നമുക്ക് പലതരത്തിലുള്ള AI ടൂൾസ് ഉണ്ട്. ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസ് ആണ്. കാരണം നമ്മൾ കൂടുതൽ ഡീൽ ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പോൾ ആ ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പലർക്കും അറിയുന്ന ChatGPT വരുന്നത് മെയിൻലി ഈ ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസിൻ്റെ കൂട്ടത്തിലാണ്. നമുക്കറിയാം ChatGPT മാത്രമല്ല, നമുക്ക് പിന്നെ ജെമിനി ഉണ്ട്, പിന്നെ ഡീപ്സീക്ക് ഉണ്ട്, ഗ്രോക്ക് ഉണ്ട്, പെർപ്ലെക്സിറ്റി ഉണ്ട്, സിംപ്ലിഫൈഡ് AI ഉണ്ട്, ഇങ്ങനെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. അപ്പോൾ ഈ AI ടൂൾസ് എല്ലാം ടെക്സ്റ്റ് ജനറേറ്റീവ് AI ടൂൾസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇത് ഫ്രം ദി സ്ക്രാച്ച് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, അതും നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ ഹീറോ ChatGPT ആണ്. കാരണം എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളതും കണ്ടന്റ് ബേസ്ഡ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തതും ChatGPT ആണ്. അപ്പോൾ ChatGPT പെർട്ടിക്കുലർലി ടീച്ചേഴ്സിന് എങ്ങനെ യൂസ് ചെയ്യാം? ഇപ്പോൾ ChatGPTയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ലെസൺ പ്ലാൻ തൊട്ട് ഇപ്പോൾ പാരൻസിന് എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് വരെ ChatGPT നമുക്ക് പറഞ്ഞുതരും. ലെസൺ പ്ലാൻസ് ആണെങ്കിലും, ഇപ്പോൾ ഗെയിം റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണെങ്കിലും, ഒരു ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണെങ്കിലും എല്ലാം നമുക്ക് ChatGPT നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെർട്ടിക്കുലർലി ChatGPT എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം, നമ്മുടെ എല്ലാ ടാസ്കുകളും നമുക്ക് ChatGPT യൂസ് ചെയ്തിട്ട് വളരെ ബെറ്റർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കുന്നത് ChatGPT ഫോർ ടീച്ചേഴ്സ് എന്നുള്ള മൊഡ്യൂളിൽ ChatGPTനെ മാത്രം എടുത്തിട്ട് നമ്മൾ എല്ലാ ടാസ്കുകളും ചെയ്യും.
പിന്നെ നെക്സ്റ്റ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളാണ്, പ്രസൻറ്റേഷൻസ്. കാരണം നമ്മളിപ്പോൾ ക്യാൻവയിൽ ടെംപ്ലേറ്റ് എടുത്തിട്ടും ഗൂഗിൾ സ്ലൈഡ് എടുത്തിട്ടും അല്ലാതെയുള്ള പവർ പോയിന്റ് എടുത്തിട്ടും ഒക്കെ നിങ്ങൾ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കുന്നതാണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാം. പക്ഷേ ആ പ്രസൻറ്റേഷൻസ് എല്ലാം ഒരുപോലെയാണ്, കാരണം ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ഇപ്പം ഞാൻ ജനറേറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ തന്നെ വേറൊരാൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അത് സ്റ്റുഡൻസിനും ഈസിലി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രസൻറ്റേഷൻ ടൂൾസ് ഉണ്ട്, അതെങ്ങനെയാണ് നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻസിൽ നമുക്ക് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇമേജ് റിലേറ്റഡ് പ്രസൻറ്റേഷൻസ് മാത്രമല്ല, നമുക്ക് വീഡിയോ പ്രസൻറ്റേഷൻസ് ഉണ്ട്. നമുക്കൊരു വീഡിയോ ലെസൺ വേണം. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കിപ്പോൾ നമ്മുടെ ഒരു അവതാർ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഒരു അവതാർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്ന പോലെ നമുക്കൊരു വീഡിയോ, നിങ്ങൾക്ക് ഒരു വീഡിയോ ലെസൺ ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് നമ്മളെ PPT ടൂൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പല വെറൈറ്റി ഓഫ് പ്രസൻറ്റേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. വീഡിയോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അതിൽ വരുന്ന ഒരു ഐറ്റം മാത്രമാണ്. അപ്പോൾ മെയിൻലി നമ്മൾ പ്രസൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ 5th മൊഡ്യൂൾ വരുന്നത്. അടുത്തത് ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്ട്രാ കരിക്കുലേഴ്സ്. നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സാമ്പിൾ ഇപ്പോൾ പ്രൊജക്റ്റും അസൈൻമെൻറ്റ്സും ക്വിസും ഫ്ലാഷ് കാർഡും ഒക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം. കാരണം നിങ്ങൾക്കറിയാം, ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ റിസർച്ചും കാര്യങ്ങളും അതിൻ്റെ കൺക്ലൂഷനും ഒക്കെ ആയിട്ട് ഒരുപാട് സമയം എടുക്കും. പക്ഷേ അങ്ങനെയുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമുക്ക് യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 6th മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത്. 7th മൊഡ്യൂളിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എത്തിക്കലി എന്തൊക്കെ ആലോചിക്കണം, ഇതിനെന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ, കുട്ടികൾക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ 7th മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ ഫോർ എഡ്യൂക്കേഷൻ. അത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എന്തായിരിക്കും? നിങ്ങൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വിർച്വൽ റിയാലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. നമ്മളിത് മുമ്പ് ക്ലാസ് റൂംസ് ഡിജിറ്റലി ആക്കുന്ന സമയത്ത്, ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചാലഞ്ചസ് വന്നതാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഡിജിറ്റലി ലിറ്ററേറ്റ് ആണ്. പക്ഷേ ലിറ്ററസി എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ ഡിജിറ്റലി മാറി നമ്മൾ എന്നുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ ഒരു കോഴ്സ് വഴി നമ്മൾ ഫ്യൂച്ചർ ട്രെൻഡ്സ് അഡാപ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതാണ് നമ്മൾ 8th മൊഡ്യൂളിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. അറ്റ് ലാസ്റ്റ് ഇപ്പോൾ 9th മൊഡ്യൂൾ കിടക്കുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. ഈ ഒരു A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോർഷനാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. കാരണം പ്രോംപ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് കറക്റ്റായിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലാണ് നമ്മൾ കറക്റ്റായിട്ട് ഈ ടൂൾസ് യൂസ് ചെയ്യാനുള്ള, എഫക്റ്റീവ്ലി യൂസ് ചെയ്യാനുള്ള കീ കിടക്കുന്നത് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള ലാസ്റ്റ് ചാപ്റ്ററിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് A4 ടീച്ചേഴ്സ് എന്നുള്ള കോഴ്സിൽ നിങ്ങൾ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവയർനെസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ റിസർച്ച് ചെയ്യുക. ടൂൾസ് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് ക്ലാസ് റൂംസിൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റുഡൻസിനെയും അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനിയും കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.